ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വാട്ടർമെലൺ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന 2 റീഫ്രഷ്മെൻറ്റ് ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് വാട്ടർമെലൺ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മതി. ഇത് ഞാൻ വലിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലുള്ള സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയാം. ഇനി ഇതിലോട്ട് 1 കപ്പ് നല്ല തണുത്ത പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മധുരത്തിന് ആവശ്യമായ നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഉപയോഗിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ നന്നാരി സിറപ്പ് ഒഴിക്കുന്നതിനാണ്. അല്ലെങ്കിൽ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി, രണ്ടും ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി ജ്യൂസാണ്. നല്ലോണം തണുപ്പിച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. ഒരു അടിപൊളി വാട്ടർമെലൺ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ്. എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3-4 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 പുതിനയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. എൻ്റെ അടുത്ത് ചതച്ചതുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വാട്ടർമെലൺ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പകുതി നാരങ്ങയുടെ ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് നന്നാരി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചിയാ സീഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 1 മണിക്കൂറിന് മുമ്പേ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു ജ്യൂസാണ്. ഈ ജ്യൂസിലോട്ട് ഏലക്കയും ഇഞ്ചിയും പുതിനയും കൂടി ചേർത്തതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. നമുക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. 2 ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടുകാലത്ത് തയ്യാറാക്കാൻ പറ്റുന്ന 2 ജ്യൂസുകളാണ്. എന്തായാലും രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.